നമസ്കാരം. ഗാനം ഗാനാമൃതം എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഒരു മ്യൂസിക് ടീച്ചറാണ് എത്തിയിരിക്കുന്നത്. ടീച്ചറിനെ സ്വാഗതം ചെയ്യാം. സ്വാഗതം ജ്യോതി ടീച്ചർ. നമസ്കാരം. നമസ്കാരം. പിന്നെ ടീച്ചറാണെന്ന് ഞാൻ പറഞ്ഞു ആദ്യമേ തന്നെ. ടീച്ചർ ഇവിടെ പാട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ അജ്മാനിലെ മെട്രോപൊളിറ്റൻ സ്കൂളിലെ മ്യൂസിക് ടീച്ചറാണ്. അതിൽ കൂടുതലായിട്ട് ഞാനൊരു പ്ലേ ബാക്ക് സിംഗറാണ്. ഞാനൊരു 4-5 മലയാളം ഫിലിമിൽ പാടിയിട്ടുണ്ട്. സോളോ ആണോ അതോ ഡ്യുവറ്റ് ആണോ? ഡ്യുവറ്റാണ്. ഫസ്റ്റ് സോങ് ദാസേട്ടനും ചിത്ര ചേച്ചിയും പാടിയിട്ടുള്ള ബേണി ഇഗ്നീഷ്യസ് അവർ കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു സോങ്ങാണ്. അപ്പോൾ അതിൽ ദാസേട്ടനും ചിത്ര ചേച്ചിയുടെയും കൂടെയാണ് എൻ്റെ വോയിസ് ഉള്ളത്. പ്രിയം എന്ന് പറഞ്ഞ ഫിലിമിലെ കട്ടുറുമ്പിൻ്റെ കല്യാണം എന്ന് പറഞ്ഞ അത് ടീച്ചർ പാടിയ രണ്ടുപേര് പാടാമോ? കട്ടുറുമ്പിന് കല്യാണം പൊട്ടുകുത്തൻ ചെമ്മാനം പട്ടു ചുറ്റിയ പാപ്പാത്തി പാട്ടൊരുക്ക് കിട്ടിയിലെന്നൊക്കെ മിണ്ടാട്ടം കട്ടെടുക്കണ താമ്പോലം പുത്തന ചിലരും നേരം പൂവിരിക്ക ആളൊരുന്ന് വെള്ളിത്തേരൊരുന്ന് ആടിമാസ കിഴവി വരുന്നേ കയ്യിൽ ആട്ടുരലിൻ കുഴവിയിരുന്നേ. ആ സോങ്ങിൽ ഒരു പകുതി കുറേ പോർഷൻ പാടാൻ പറ്റിയിട്ടുണ്ട്. ആക്ച്വലി ഞാനാണ് ട്രാക്ക് പാടിയത്. സോങ് ഒറിജിനൽ സോങ്ങിലും പാടിയിട്ടുണ്ട്. ഒറിജിനൽ സോങ് ട്രാക്ക് പാടിയത്. അപ്പോൾ ബേണിച്ചേട്ടൻ പറഞ്ഞു അതാ ജ്യോതിയുടെ ഫസ്റ്റ് പാട്ടാവട്ടെ ഇത് എന്ന് പറഞ്ഞാൽ അതിലൊരു ആദ്യമായിട്ട് തന്നെ ദാസേട്ടനോടൊപ്പം ചിത്ര ചേച്ചിയോടൊപ്പം പാടാൻ പറ്റിയത് വലിയ ഭാഗ്യമാണ് തീർച്ചയായിട്ടും. വേറെ ആരോടൊക്കെ പാടിയിട്ടുണ്ട്? ഞാൻ ഒട്ടുമിക്ക എല്ലാ പ്ലേബാക്ക് സിംഗേഴ്സിൻ്റെ കൂടെ പാടിയിട്ടുണ്ട്. അതിൽ എനിക്ക് എടുത്തു പറയേണ്ടത് ദാസേട്ടൻ്റെ കൂടെ ഒരുപാട് സ്റ്റേജുകളിൽ എനിക്ക് പാടാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ എം ജി ശ്രീകുമാർ സാറ്, ജയചന്ദ്രൻ സാറ്, പി ജയചന്ദ്രൻ സാറ്, പിന്നെ ബിജു നാരായണൻ, മധു ബാലകൃഷ്ണൻ, ന്യൂ ജനറേഷനിൽ ഇപ്പോൾ വന്നിട്ടുള്ള കുട്ടികളുടെ കൂടെ ഇപ്പോൾ നജീം അർഷാദ്, പിന്നെ വിവേകാനന്ദൻ, ഒരുപാട് സ്റ്റേജ് ജി വേണുഗോപാൽ വേണുചേട്ടൻ്റെ കൂടെ. അപ്പോൾ ഇത്രയും എല്ലാ പേരോടും പാടിയിട്ടുള്ള ചേച്ചിയുടെ മനസ്സിൽ ഒരു തങ്ങി നിൽക്കുന്ന ഒരു പാട്ട് ആരോട് പാടിയതായിരുന്നു? ദാസേട്ടൻ്റെ കൂടെ തീർച്ചയായിട്ടും മറക്കാൻ പറ്റില്ലല്ലോ. അത് നമ്മുടെ എന്താ പറയുക, ദൈവം അനുഗ്രഹിച്ച് കിട്ടിയൊരു സ്റ്റേജാണ് എനിക്ക്. അത് ഏത് പാട്ടായിരുന്നു? അതിൽ ഒരുപാട് പാട്ടുകൾ ദാസേട്ടൻ്റെ കൂടെ പാടിയിട്ടുണ്ട്. അതിലെനിക്ക് ഏറ്റവും പെട്ടെന്ന് ഓർമ്മ വരുന്നത് പൊന്നിൽ കുളിച്ചെന്ന്. അത് ഞാൻ അതിനു മുമ്പ് എനിക്ക് നമ്മുടെ ഇപ്പോൾ ഈ അടുത്ത് നമ്മളെ വിട്ടുപിരിഞ്ഞ ആശാജിക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ട് തുടങ്ങാം.
बस एक बार मेरा कहा, बस एक बार मेरा कहा मान लीजिए, ये चीज क्या है आप मेरी जान लीजिए. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള അതെ, അതെ. എല്ലാ പാട്ടുകളും ഇപ്പോൾ ആശാജി ആണെങ്കിലും ലതാജി എല്ലാവരും ജാനകിയമ്മയുടെ ഒരു അതെ, അതെ, മറക്കാൻ അതെ. പറ്റാത്ത അതെ, പാട്ടുകളല്ലേ അതെ, ഇതൊക്കെ. തീർച്ചയായിട്ടും അവരുടെയൊക്കെ പാട്ടുകൾ അതെ, ഭയങ്കര നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത, ഒരിക്കലും അതെ. അതെ അതെ, നമ്മുടെ മനസ്സിൽ എപ്പോഴും തങ്ങി നിൽക്കുന്ന അതെ, പാട്ടുകളാണ് ടീച്ചർ. ശരിക്കും പറഞ്ഞാൽ ഉറക്കത്തിൽ വിളിച്ച് പോലും പാടാൻ പറ്റും എന്ന് പറയണ അത്രയും നമ്മളോട് ചേർന്ന് മനസ്സിൽ ചേർന്നിരിക്കുന്ന പാട്ടുകളാണ്. പാട്ടുകളും പാട്ടുകാരും. അതെ 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 അതെ. അപ്പോൾ ഇവിടെ എത്ര വർഷമായി ടീച്ചർ വന്നിട്ട്? ഞാനിപ്പോൾ ഇവിടെ ആക്ച്വലി അജ്മാനിൽ ഇപ്പം മെട്രോപൊളിറ്റനിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 2 വർഷമായിട്ടുള്ളൂ. ഞാൻ അതിന് മുമ്പ് ഇവിടെ കുറച്ച് നാളുണ്ടായിരുന്നു. എൻ്റെ ഹസ്ബൻഡ് ജബ്ലലിയിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അപ്പം ഞാനൊരു 10 വർഷത്തോളം ഞാൻ ഇവിടെ UAE-ലുണ്ടായിരുന്നു. അന്ന് പക്ഷേ വർക്കൊന്നും ചെയ്തില്ല, കുറേ പ്രോഗ്രാംസ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ. ഉണ്ണിമേനോൻ ഉണ്ണിച്ചേട്ടൻ്റെ കൂടെ കുറേ പ്രോഗ്രാംസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതെ അതെ. അപ്പോൾ വീട്ടിൽ വേറെ ആരെങ്കിലും പാടുമോ? വീട്ടിൽ എൻ്റെ മൂത്ത സിസ്റ്റർ ആക്ച്വലി നല്ല സിംഗറാണ്. പക്ഷേ പഠിച്ചിട്ടും അങ്ങനെ അതിനൊന്നും ഒരു മ്യൂസിക് പഠിക്കുക അങ്ങനെ ബേസിക് ട്രെയിനിങ് ഒന്നും ചെയ്തിട്ടില്ല. അതിനെനിക്ക് മാത്രമാണ് ഭാഗ്യം ഉണ്ടായത്. പക്ഷേ എൻ്റെ അച്ഛൻ കുറേശ്ശെ പാടുമായിരുന്നു. അങ്ങനെ പ്രൊഫഷണൽ സിംഗേഴ്സൊന്നും അല്ല, വീട്ടിലൊക്കെ പാട്ടിനോട് ഭയങ്കര താല്പര്യമാണ് എല്ലാവർക്കും. പിന്നെ എൻ്റെ ഹസ്ബൻഡ് ആണെന്നുണ്ടെങ്കിലും ഒരുപാട് പാട്ടിനെ എൻകറേജ് ചെയ്യും. ആള് പാടൊന്നുമില്ല, എന്നാലും എനിക്ക് ഫുൾ സപ്പോർട്ടാണ്. പാട്ട് സെലക്ട് ചെയ്ത് തരാൻ പോലും ആള് നല്ല നോളജാണ് പാട്ടിനെ പറ്റിയിട്ട്. നല്ല. അപ്പോൾ ഹസ്ബൻഡ് അങ്ങനെ സെലക്ട് ചെയ്ത് തരാറുണ്ട് പ്രോഗ്രാംസിന് പോകുമ്പോഴത്തേക്ക്? തീർച്ചയായിട്ടും ഞാൻ ചോദിക്കും, ആളോട് ചോദിക്കും. നല്ല എനിക്ക് പെട്ടെന്ന് ഒരു 10,000-10,000 പാട്ടിൽ നിന്ന് ഒരു പാട്ട് നമ്മൾ ഇങ്ങനെ സെലക്ട്, ഒരുപാട് പാട്ടുകൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ അയ്യോ അത് വേണോ ഇത് വേണോ അങ്ങനെ കൺഫ്യൂഷനാണ്. അപ്പൊ ആളോട് ചോദിക്കുമ്പോൾ പറയാം അന്ന് അത് പാടിയതല്ല, ഇന്ന് ഇത് പാടും, മാറ്റി പാടും, അങ്ങനെ പറഞ്ഞു തരും. അപ്പോൾ ഹസ്ബൻഡിന് ഇഷ്ടമുള്ള ഒരു പാട്ട് ഏതാണ് ടീച്ചർ പാടുന്നതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള പാട്ട്? ഏതോ ജന്മകൽപ്പനയിൽ ഏതോ ജന്മവീഥികൾ എന്നോ നീ വന്നു, ഒരു നിമിഷം ഈ ഒരു നിമിഷം വീണ്ടും നമ്മളൊന്നാ, ഏതോ ജന്മകൽപ്പനയിൽ ഏതോ ഒരുപാട് പാട്ടുകളുണ്ട്. പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത് തീർച്ചയായിട്ടും. ടീച്ചർ ഇവിടെ മ്യൂസിക് പഠിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. കുട്ടികൾ എങ്ങനെയാണ്, ഓൺലൈൻ ക്ലാസ് ആണ്? ഇവിടെ ഞാൻ മ്യൂസിക് എടുക്കുന്നത് ഓൺലൈൻ ക്ലാസ് ആണ് എടുക്കുന്നത്. പിന്നെ സ്കൂളിൽ CCAക്ക് ഞാൻ കർണാട്ടിക് മ്യൂസിക് എടുക്കുന്നുണ്ട്. കർണാട്ടിക് മ്യൂസിക്കും പിന്നെ സ്കൂളിലേക്ക് എന്തെങ്കിലും പ്രോഗ്രാംസിനൊക്കെ ആവശ്യമായിട്ടുള്ള അതൊക്കെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒത്തിരി സ്റ്റുഡൻസ് ഒക്കെ ഉണ്ട്? കുറച്ചൊക്കെ. അപ്പോൾ നമ്മുടെ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് തന്നെ ആർക്കെങ്കിലും ടീച്ചറിന്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് നമ്പർ പറയാം ലാസ്റ്റ്. ഉണ്ട്, ഇപ്പൊ ഷാർജയിൽ തന്നെയുള്ള 1-2 കുട്ടികളൊക്കെ ഉണ്ട്. അലൻ എന്നൊക്കെ പറഞ്ഞ എൻ്റെ ഒരു 2nd സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നുള്ളൂ. പക്ഷെ അസാധ്യ ടാലൻറ്റഡ് ആണ്. ഭയങ്കര എന്താ പറയുക, പ്രായത്തിൻ്റെ കവിഞ്ഞിട്ടുള്ള നോളജാണ്. പാട്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പഴയ പാട്ടുകളൊക്കെ ഭയങ്കര നന്നായിട്ട് പിക്ക് ചെയ്യും. ഇപ്പോൾ നമ്മൾ ഫേമസ് ആയിട്ടുള്ള നവനീത് ഉണ്ണികൃഷ്ണൻ്റെ പോലെ ഞാൻ എപ്പോഴും വിചാരിക്കും അവൻ്റെ പോലെ അത്രയും പിക്ക് ചെയ്യുക മാത്രമല്ല പഴയ പാട്ടുകളോട് ഭയങ്കര താല്പര്യമാണ്. അപ്പം അങ്ങനെയുള്ള ഒരുപാട് കുട്ടികളുണ്ട്. അപ്പം എൻ്റെ സ്കൂളിൽ തന്നെ ഉണ്ട്. അപ്പം എനിക്കത് ഭയങ്കര സന്തോഷമാണ്. നമ്മൾ ടീച്ചിങ് പ്രൊഫഷനിൽ വന്നാലും നമുക്ക് അങ്ങനത്തെ ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടികളെ പഠിപ്പിക്കാൻ കിട്ടുക എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള എല്ലാ കുട്ടികളെയും എല്ലാ കുട്ടികളും ഇപ്പൊ ടാലന്റഡ് ആണല്ലോ. എസ്പെഷ്യലി കുഞ്ഞു മക്കളൊക്കെ എത്ര ടാലന്റഡ് ആണ്. അത് പഴയ പാട്ടുകൾ തന്നെയാണ് അവർക്കും ഇഷ്ടമല്ലേ ടീച്ചറെ? ഇപ്പോൾ റിയാലിറ്റി ഷോയിലാണെന്നുണ്ടെങ്കിലും കൂടുതലും പഴയ പാട്ടുകളാണല്ലോ പാടുന്നത്. ഇപ്പോൾ ഏത് പാട്ട് ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു സോങ് എടുക്കാൻ പറഞ്ഞാൽ കാട്ടിലെ പാഴ്മുളായിരിക്കും, അല്ലെങ്കിൽ നാദബ്രഹ്മത്തിനായിരിക്കും എല്ലാവരും എടുക്കുന്നത്.
ടീച്ചർ ഇവിടെ പിന്നെ ജഡ്ജായിട്ടോ അങ്ങനെ കോമ്പറ്റീഷൻ അങ്ങനെയൊക്കെ ഞാൻ പോവാറുണ്ട്. പോവാറുണ്ട് കോമ്പറ്റീഷൻ. അപ്പോൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് ടീച്ചറിന് ഒരു സർപ്രൈസായി തോന്നിയിട്ടുള്ള ഏതെങ്കിലും മൊമെൻ്റ് ഉണ്ടോ? ഇവിടെ ഞാൻ ഗുരുവായൂർ ഇപ്പോൾ ഓണം ഇതിൻ്റെ ഒരു ജഡ്ജ്മെൻറ്റിന് പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു ലേഡിയാണ്, ഒരു വർക്കിംഗ് ലേഡിയാണ്. പക്ഷെ നമ്മൾ കണ്ട പാട് അങ്ങനെ, പക്ഷെ അവർ ഞെട്ടിച്ചളഞ്ഞു ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. നല്ല ഒരുപാട് ടാലൻറ്റഡ്, അതായത് നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് അവരുടെ ഒരു പെർഫോമൻസ് കണ്ടിട്ട് നല്ല നല്ല സന്തോഷം തോന്നി ശരിക്കും പറഞ്ഞാൽ. ഈ പ്രായത്തിലും അവരത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് നടക്കുകയും മനസ്സിലെ ആഗ്രഹം മാത്രം അത് പാട്ടായിട്ട് പുറത്ത് വരുമ്പോൾ അത് എനിക്ക് നല്ലൊരു ഇഷ്ടപ്പെട്ട, ഞാൻ അവരോട് പറയുകയും ചെയ്തു നന്നായിട്ട് പാടി. ഞാൻ കോമ്പറ്റീഷൻ ജഡ്ജായിട്ട് പോയത്, അതിൽ പാടാൻ വന്നതാണ്, അതിൽ കോമ്പറ്റീഷൻ മീൻസ് പാർട്ടിസിപ്പൻ്റ് ആയിരുന്നു. അതൊക്കെ അങ്ങനെയുള്ള കുറേ ഇവിടെ ഇപ്പം ഞാനിപ്പോൾ 2 വർഷമായിട്ടുള്ളൂ. നാട്ടിൽ ഒരുപാട് കോമ്പറ്റീഷനുകൾക്ക് ജഡ്ജ്മെൻറ്റിന് പോകാറുണ്ട്. അതുപോലെ കുട്ടികൾ തീർച്ചയായിട്ടും അവർ പാടും. പക്ഷേ നമ്മളുടെ ഒരു പ്രായത്തിലുള്ള ഒരു ലേഡി വന്നിട്ട് അവർ ഇത്രയും നന്നായിട്ട് പാടുമ്പോൾ അത് എസ്പെഷ്യലായിട്ട് നമ്മൾ ഒരു എൻകറേജ് ചെയ്യേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒരുപാട് ടെൻഷൻ്റെയും പ്രഷറിൻ്റെ ഒക്കെ ഇടയ്ക്കായിരിക്കാം ചിലപ്പോൾ ഇപ്പൊ അങ്ങനത്തെ ഒരുപാട് പ്രോഗ്രാംസ് വരുന്നുണ്ടല്ലോ ടീച്ചറെ. ഇപ്പൊ TV ഷോസിലായാലും വീട്ടമ്മമാർക്ക് വേണ്ടിയിട്ട് ഇപ്പൊ മ്യൂസിക്കൽ വൈഫ് എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ഒരു ഈ വീട്ടിലിരിക്കുന്നവർക്ക് ഒരു ഇതല്ലേ. എല്ലാവർക്കും ഇപ്പോൾ സ്റ്റേജിൽ അങ്ങനെ പെർഫോം ചെയ്യാൻ ചാൻസസ് കിട്ടാറില്ല. അപ്പം അങ്ങനെയുള്ള കാരണം എല്ലാവരുടെയും വിചാരം ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പെർഫോം ചെയ്യാൻ പാടില്ല, അതൊക്കെ എന്തോ ഒരു മോശപ്പെട്ട കാര്യം പോലെയൊക്കെ അങ്ങനെ ഒരു കോൺസെപ്റ്റ് മുമ്പ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അതൊക്കെ ഒരുപാട് മാറി. ഇപ്പോൾ ഏത് ടാലന്റ്, ഇപ്പോൾ എന്താ പറയാ, ജെൻഡർ ഏതാണെന്നോ അല്ലെങ്കിൽ പ്രായം ഏതാണെന്നോ ഒന്നും ആൾക്കാർ, ഒത്തിരി പ്രായമായ ആൾക്കാർ, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഇപ്പൊ യൂട്യൂബൊക്കെ പോലെ ഇത്രയും പ്രൊമോട്ട് ചെയ്യുന്ന, അതെ തീർച്ചയായിട്ടും ഒത്തിരി പേര് അങ്ങനെ ലോകം അറിയുന്നു. പാട്ട് ഇങ്ങനെ ഒരിക്കൽ പോലും പാടിയിട്ടില്ലാത്ത ആൾക്കാരെ നമ്മുടെ സോഷ്യൽ മീഡിയ വഴി വൈറലായി അവരൊത്തിരി അറിയപ്പെടുന്നുണ്ട് ഇപ്പൊ. അതൊക്കെ ഒരു ഭാഗ്യം. പിന്നെ സംഗീതം മനസ്സിലുണ്ടെങ്കിൽ എപ്പോഴായാലും അത് പുറത്തു വരുമെന്ന് പറയുന്ന. പക്ഷെ അതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു അവസരം അത് ദൈവമായിട്ട് തന്നെ കൊടുക്കണം. അവര് അവസരം കയ്യിൽ വരുമ്പോ അത് കറക്റ്റായിട്ട് അത് പ്രയോജനപ്പെടുത്തി ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു. തീർച്ചയായിട്ടും. അപ്പം നമ്മൾ ഈ സാധാരണ നമ്മളെപ്പോലെയൊക്കെയുള്ള പാട്ടുകാർക്ക് ടീച്ചറിന് കൊടുക്കാൻ പറ്റുന്ന ഒരു അഡ്വൈസ് എന്താണ്? നമ്മളുടെ മനസ്സിൽ നമുക്ക് പാടണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഹെസിറ്റേറ്റ് ചെയ്യാതിരിക്കുക ഫസ്റ്റ് ഓഫ് ഓൾ. നമ്മൾ എന്താ പറയുക, പിന്നെ നമ്മളുടെ വോയിസിന് പറ്റിയ പാട്ടുകൾ സെലക്ട് ചെയ്ത് അതിനെ നല്ലോണം പ്രാക്ടീസ് ചെയ്യുക. ഒരിക്കലും എന്താ പറയുക, നിർത്തിക്കളയരുത്. നമ്മളിപ്പോൾ ചിലപ്പോൾ ഒരു 1-2 സ്റ്റേജ് നമുക്ക് കറക്റ്റ് നന്നായി പെർഫോം ചെയ്യാൻ പറ്റിയില്ല എന്നിരിക്കും. എല്ലാ ദിവസവും എല്ലാവർക്കും ഒരുപോലെ, ഈവൻ ദാസേട്ടന് പോലും എല്ലാ ദിവസവും ഒരേപോലെ പാടാൻ പറ്റില്ല. അപ്പോൾ അത് ഇന്നിപ്പോൾ നമുക്ക് മോശമായെങ്കിൽ അടുത്ത സ്റ്റേജിൽ നമുക്ക് നന്നാക്കാം. അതുകൊണ്ട് ഉപേക്ഷിച്ച് കളയാതിരിക്കുക എന്നുള്ളതാണ് അത് ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ബേസിക്കായിട്ട് കുറച്ചൊരു നോളജ് ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. ഏത് പാട്ട്, ഇപ്പോൾ വെസ്റ്റേൺ ആണ് നമ്മൾ പാടണമെന്നുണ്ടെങ്കിൽ പോലും ഒരു കർണാട്ടിക് ബേസ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. കാരണം നമുക്ക് പെട്ടെന്ന് പാട്ട് പിക്ക് ചെയ്യാൻ പറ്റും. ഗ്രാസ്പിംഗ് പവർ കൂടും നമ്മൾ ബേസിക്കായിട്ട് പഠിക്കുമ്പോൾ. അതിപ്പോൾ ഒരുപാട് 10 വർഷം 15 വർഷം പഠിക്കണമെന്നില്ല. ഒരു അറ്റ്ലീസ്റ്റ് സ്വരങ്ങളെ പറ്റിയിട്ടുള്ള ജ്ഞാനം ഉണ്ടായാലും മതി. അതൊരു വലിയ അനുഗ്രഹമല്ലേ. തീർച്ചയായിട്ടും. അപ്പോൾ നമുക്ക് അടുത്തൊരു ടീച്ചറിന് പുതിയ പാട്ടുകൾ ഞാൻ അങ്ങനെ ഒരുപാട് പാടാറില്ല. ഞാൻ കൂടുതലും ചൂസ് ചെയ്യാറുള്ളത് പഴയ പാട്ടുകളാണ്. പെട്ടെന്ന് വരികൾ ഓർമ്മയുള്ളതും അങ്ങനെയാണ്. എന്നാലും എനിക്ക് ഇഷ്ടമുള്ള ഒരു പാട്ടാണ് ഇപ്പോൾ ആരാധികേ എന്നുള്ള പാട്ടില്ലേ, അതെനിക്ക് ഭയങ്കര ഹോണ്ടിങ് ആണ്. അതിൻ്റെ ഒരു നല്ലൊരു പാട്ടാണ്. ആരാധികേ മഞ്ഞുതിരും വഴിയേ നാളേറെയായി കാത്തു നിന്നു മിഴിനിറയെ നീ എങ്ങു പോകിലും അകലേക്കുമായിലും
ആശകൾ തൻ മൺതൂണിയുമായി തുഴഞ്ഞകലെ പോയി വരാം. എൻ്റെ നെഞ്ചാകെ നീയല്ലേ, എൻ്റെ ഉന്മാദം നീയല്ലേ, നിന്നെ അറിയാൻ ഉണരാൻ ഒഴുകി ഒഴുകി ഞാൻ എന്നും എന്നും ഒരു പുഴയായി ആരാധികേ മഞ്ഞുതീരും വഴിയരികെ. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള അതെ പാട്ടാണ്. അതെ അതെ എനിക്കും ഈ പാട്ടൊക്കെ കുറെ നാളിന് ശേഷം വന്ന ഒരു നല്ലൊരു മെലഡി അല്ലേ, നല്ലൊരു പാട്ടാ അത്. ടീച്ചർ ഇപ്പോൾ സ്കൂളിൽ പാട്ട് പഠിപ്പിക്കുന്നുണ്ടല്ലോ, അപ്പൊ അവിടെ കോമ്പറ്റീഷനൊക്കെ നടത്താറുണ്ടോ? അവിടെ ടാലന്റ് ഫെസ്റ്റ് ഉണ്ടാവാറുണ്ട്. നല്ല കുറച്ച് കുട്ടികളുണ്ട്, നല്ലോണം പാടുന്ന കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇപ്പോൾ ടീച്ചർ ഒരാളെയുള്ളൂ അത് വെസ്റ്റേൺ പഠിപ്പിക്കുക, അങ്ങനെ വേറെ ടീച്ചേഴ്സ് ഉണ്ടോ? മ്യൂസിക് CCAയിൽ വോക്കൽ ഞാനാണ് പഠിപ്പിക്കുന്നത്. പിന്നെ കീബോർഡ് ഉണ്ട്, അവിടെ വേറൊരു ടീച്ചറും കൂടി ഉണ്ട് പഠിപ്പിക്കുന്നുണ്ട്. സ്കൂളിൽ ഈ ഫെസ്റ്റിവലൊക്കെ വരുമ്പോഴത്തേക്ക് കുട്ടികളെ ഒത്തിരി ട്രെയിൻ ചെയ്യിപ്പിക്കുക, പ്രത്യേകിച്ച് ആനുവൽ ഡേ അങ്ങനെയുള്ള സമയം, പിന്നെ അസംബ്ലി ഒക്കെ വരുമ്പോൾ സ്പെഷ്യൽ ഡേയ്സിനൊക്കെ അവരെ ട്രെയിൻ ചെയ്യിപ്പിക്കേണ്ടി വരാറുണ്ട്. അപ്പോൾ എല്ലാത്തിനും കൂടെ സമയം ഞാൻ മ്യൂസിക് ടീച്ചറാണ്, അപ്പോൾ പിന്നെ എനിക്ക് അതാണ് എൻ്റെ ഡ്യൂട്ടി. അപ്പോൾ അത് തീർച്ചയായിട്ടും. പിന്നെ ഇപ്പോൾ ഒരുപാട് നമുക്ക് പാട്ടുകൾ പറഞ്ഞു കൊടുക്കാൻ ഒരു മീഡിയ ഇഷ്ടംമാതിരി ഉണ്ടല്ലോ. നമുക്കിപ്പോൾ ഗൂഗിൾ മീറ്റിലായാലും ക്ലാസ്സിൽ കയറി കഴിഞ്ഞാൽ അവർക്ക് പഠിപ്പിച്ച് ഓൺലൈനായിട്ടും പഠിപ്പിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഓൺലൈനിൽ പഠിപ്പിക്കുന്നത് നമ്മളല്ലാതെ നമ്മൾ ഡയറക്റ്റ് പഠിക്കുന്നത് തമ്മിൽ ഏതാണ് ടീച്ചറിനെ കൂടുതൽ അഡ്വൈസ് ചെയ്യുന്നത്? തീർച്ചയായിട്ടും നേരിട്ട് വന്ന് നമ്മളൊക്കെ അങ്ങനെയാണല്ലോ പഠിച്ചേക്കുന്നത്. നേരെ ഗുരുവിൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് പഠിക്കുമ്പോൾ അതും മഹാഭാഗ്യം. പിന്നെ ഇപ്പൊ എല്ലാവർക്കും അതിനുള്ള ഒരു അവസരം കിട്ടില്ല. പ്രത്യേകിച്ച് ഇപ്പൊ നമ്മൾ കോവിഡ് സമയത്ത് എല്ലാത്തിനും ഓൺലൈൻ അല്ലേ. അപ്പോ ഞാൻ പഠിപ്പിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൺലൈൻ ക്ലാസ് എടുത്താലും അവർക്കെല്ലാം പാടിയിട്ട് അയച്ചു കൊടുക്കും. പിന്നെ എന്നിട്ട് അവരെ പാടിച്ച് കേട്ടിട്ട് കറക്ഷനൊക്കെ റെക്കോർഡ് ചെയ്ത് എനിക്ക് അയച്ചു തരും. അങ്ങനെ കറക്റ്റ് ചെയ്യും. അപ്പോൾ അത് നേരിട്ട് പഠിപ്പിക്കുന്ന പോലെ തന്നെ അത്രയും ഞാൻ ഇൻഡിവിജ്വൽ ക്ലാസ്സസ് ആണ് എടുക്കാറുള്ളൂ, ഗ്രൂപ്പ് എടുക്കാറില്ല. അപ്പം നമുക്ക് എല്ലാ കുട്ടികൾക്കും വേണ്ട ഒരു അറ്റൻഷൻ കൊടുക്കാൻ പറ്റും. ഓക്കെ. അതിപ്പോൾ നമ്മുടെ ജാനകിയമ്മ, സുശീലാമ്മ, അവരുടെ ആ ഒരു ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആരെയാ? അയ്യോ, നല്ലൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ പറയാനായിട്ട്. എനിക്ക് എല്ലാവരെയും കലക്കി കുടിക്കും. എന്നാലും നമുക്കൊരു കുറച്ചൊരു ഇഷ്ടം കൂടുതൽ ജാനകിയമ്മ ഭയങ്കര ഇഷ്ടമാണ്. ജാനകിയമ്മ ഇപ്പോൾ ഓരോരുത്തരുടെ പാട്ടെടുത്ത് പറഞ്ഞാലും നമ്മളിപ്പോൾ വാണിയമ്മയുടെ പാട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സുശീലാമ്മയുടെ എല്ലാം ബെസ്റ്റ്. ഇപ്പോൾ ആശാജി പറഞ്ഞ ലതാജിയുടെയോ ആരുടെ പാട്ടും നമുക്ക് അയ്യോ ഇത് മാറ്റിവെക്കാനൊന്നുമില്ല. എന്നാലും ജാനകിയമ്മ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ജാനകിയമ്മയുടെ ഒരു ഇഷ്ടപ്പെട്ട പാട്ട് അത് ഞാൻ മലയാളത്തിലെ ഫസ്റ്റ് റിയാലിറ്റി ഷോ 1997 ആയിരുന്നു. ഹംസധ്വനി എന്നായിരുന്നു. ദൂരദർശനാണ് അത് ഹോസ്റ്റ് ചെയ്തിരുന്നത്. അതിലെ വിന്നറാണ് ഞാൻ. അപ്പം അതിൽ ഫൈനൽ റൗണ്ടിൽ പാടിയ ഒരു പാട്ട് പാടാം. തേനും വയമ്പും നാവിൽ തൂവും വാനം പാടി, തേനും വയമ്പും നാവിൽ തൂവും വാനം പാടി, രാഗം ശ്രീരാഗം പാടും നീ വീണ്ടും 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 വീണ്ടും, തേനും വയമ്പും നാവിൽ തൂവും വാനം പാടി, മാനത്തെ സിംഗാരത്തോപ്പിൽ ഒരു ഞാലിപ്പൂവൻ പഴത്തോട്ടം, മാനത്തെ സിംഗാരത്തോപ്പിൽ ഒരു ഞാലിപ്പൂവൻ പഴത്തോട്ടം, കാലത്തും വൈകിട്ടും പൂമ്പാലത്തേരുന്ന ആ വാഴത്തോട്ടത്തിൽ നീ
വാനം പാടി രാഗം ശ്രീരാഗം പാടും നീ വീണ്ടും 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 തേൻ ആഹാ നാവിൽ വാനം പാടി. അയ്യോ നല്ലൊരു പാട്ടാ, നന്നായിട്ട് പാടി. ടീച്ചർ വോയിസ് ഇടയ്ക്ക് ജാനകിയമ്മയുടെ നല്ലൊരു നല്ല ജാനകിയമ്മ പാടുന്ന പോലെ തോന്നുന്നു കേട്ടോ. ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കും നല്ല ആ വോയിസ് ആയിട്ട് നല്ല മാച്ച്, നല്ല രസമുണ്ട്. ഈ പാട്ട് നന്നായിട്ട് പാടിയിട്ട്. താങ്ക് യു. ഒരു പാട്ട് കൂടെ ആയാലോ? തീർച്ചയായിട്ടും പ്രീതം കൂടി കൂടെ ചേർന്നിട്ട് ഒരു പാട്ട് പാടാം. ഓക്കെ, അപ്പൊ നമുക്ക് മൈനാകം ആയിക്കോട്ടെ. ടീച്ചർ തുടങ്ങിക്കോളൂ. വിധി കാത്തു നിൽക്കും ജലതങ്ങൾ പോലെ മഴനീർക്കണമായി താഴത്തു വീഴാൻ വിധി കാത്തു നിൽക്കും ജലതങ്ങൾ പോലെ മൗനങ്ങളാകും വാൽമീകമെന്നും വളരുന്നു പടരുന്നു തകരുന്നു ഞൊടിയിടയ്ക്കകമെന്നെന്നും മൈനാകും കടലിൽ നിന്നുയരുന്നുവോ ചിറകുള്ള മേഘങ്ങളായി ശിശിരങ്ങൾ തിരയുന്നുവോ ശിശിരങ്ങൾ തിരയുന്നുവോ ശിശിരങ്ങൾ തിരയുന്നുവോ. ഒരുപാട് സന്തോഷം. താങ്ക് യു ടീച്ചറിനോടൊപ്പം ഒരു പാട്ട് പാടാൻ പറ്റിയത് തന്നെ എൻ്റെ ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു. വളരെ സന്തോഷം. ഇന്ന് നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് വന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഗാനാമൃതം എന്ന് പറഞ്ഞ പ്രോഗ്രാമിന് പങ്കെടുക്കാൻ പറ്റിയത് വലിയ ഭാഗ്യമായിട്ട് വിചാരിക്കുന്നു. താങ്ക് യു ടീച്ചറെ. താങ്ക് യു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഗാനാമൃതം ഇവിടെ പൂർണ്ണമാകുകയാണ്. അടുത്ത അതിഥിയുമായി ഞാൻ വീണ്ടും എത്തുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.